ഹലോ ഗൈസ്, അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന മെയിൽ ഷോവനിസ്റ്റുകളുടെ തെറ്റായ ഒരു ധാരണയെ പറ്റിയിട്ടും ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആൾക്കാരെ പറ്റിയിട്ടും ആണ്. എനിക്കറിയാവുന്ന എല്ലാം അറിഞ്ഞ് ഞാൻ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മളെ ഇസ്ലാമിലെ ഏകദേശം റൂൾസൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യുക ഗൾഫ് കൺട്രീസാണ്. സൗദി ആണെന്ന് തോന്നുന്നു ഏറെക്കുറെ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ വന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, നമ്മൾ പ്രഗ്നൻ്റ് ആയാൽ അല്ലെങ്കിൽ വൈഫായാൽ കല്യാണം കഴിച്ചാൽ വീട്ടുജോലി മൊത്തം ചെയ്യണമെന്ന് വൈഫിൻ്റെ ഉത്തരവാദിത്തമല്ല. കുട്ടികളെ നോക്കണം എന്നുള്ളത് വൈഫിൻ്റെ ഉത്തരവാദിത്തമല്ല. അതൊന്നും വൈഫ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അതിനൊക്കെ ആളെ ആക്കി കൊടുക്കണം. ഇവൻ കുഞ്ഞിന് പാല് കൊടുക്കേണ്ട പോലും കാര്യമില്ല. കാരണം നമ്മളെ ഹിസ്റ്ററീസിലൊക്കെ കാണാൻ സാധിക്കും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഈ ഒരാളുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. ഇസ്ലാമിലുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ചില മെയിൽ ഷോവനിസ്റ്റുകൾ എന്ന് തന്നെ പറയാം, എന്താ പറയുക, ഇവർക്ക് മേലെ നിൽക്കണം അങ്ങനെയൊന്നുമല്ല. ഇവർ പറയുന്നത് കേട്ട് വൈഫ് നോളണം എന്നൊക്കെയുള്ള ആളുകൾ ഇത് സമ്മതിച്ചില്ല ഒരിക്കലും. ഇസ്ലാമിലുള്ള കാര്യമാണെങ്കിലും ഓർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ തിരുത്തേണ്ടി വരും. പക്ഷെ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾ എന്തായാലും വീട്ടുജോലി എടുക്കും, കുട്ടികളെ നോക്കും, ഒക്കെ അവർ ചെയ്യും. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണമല്ലോ. പെണ്ണുങ്ങൾക്ക് ഏകദേശം അറിയാം. ആണുങ്ങളെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഒരിക്കലും ഒരാണും സമ്മതിച്ചു തരാൻ പോകുന്നില്ല. ഇടയ്ക്ക് ഒരുപാട് ഇഷ്യൂസ് തൊപ്പി പറഞ്ഞു, ഹനാൻഷ പറഞ്ഞു ഇസ്ലാമിനെ പറ്റി തെറ്റായി ധാരണ ആളുകൾക്ക് കൊടുക്കുകയാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. കുറേ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്. സോ ഇതിലും ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്. സംഭവം ഉള്ള കാര്യം പോലും ഇല്ല എന്നാണ് ധരിക്കുന്നത്. സോ കുറേ ഇഷ്ടന്മാർ അതിനെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ധാരണ മാറ്റാൻ ആരും റെഡിയല്ല. ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും എല്ലാ കാര്യമൊന്നും അറിയില്ല. അപ്പം നമ്മൾ പറയുന്നതിന് മുമ്പ് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ നമുക്കുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, എന്നിട്ട് പറയുക.